ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാളെയാണല്ലോ പ്ലസ് ടുക്കാർക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓണം എക്സാം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള എസ് എ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ആൻഡ് ആദ്യത്തെ 6 പാഠങ്ങളാണല്ലോ നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ ഈ ഒരു 6 ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചാപ്റ്റർ വൈസ് ആയിട്ട് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മീൻസ് റീസെൻ്റ്ലി കഴിഞ്ഞ വീക്കൊക്കെ ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂടി നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് 2025 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമേ തന്നെ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ വിഭജനത്തിൻ്റെ പ്രക്രിയയും പ്രത്യാഘാതങ്ങളും വിശദീകരിക്കുക. അല്ലേ, നമ്മുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പാർട്ടീഷൻ ഓഫ് ഇന്ത്യനെ പറ്റിയിട്ട്. അപ്പോൾ ആ പാർട്ടീഷൻ റിലേറ്റ് ചെയ്തിട്ട് 8 മാർക്കിന് ഉറപ്പായിട്ട് ഒരു ചോദ്യം വരുന്നതാണ്. പബ്ലിക് എക്സാമിന് വരെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഓണം എക്സാമിന് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ കോസസ് വിച്ച് ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസസ് ഓഫ് എമർജൻസി. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ കാരണങ്ങളും അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങളും വിശദമാക്കുക. 6ാമത്തെ പാഠത്തിലാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അതായത് നമ്മുടെ അടിയന്തരാവസ്ഥ അല്ലേ, അത് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു, കാരണങ്ങൾ പറയുന്നുണ്ട്. ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ആ ഒരു കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലേ. പിന്നെ ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ട്, ആര് പ്രഖ്യാപിച്ചു, ആൻഡ് അതിനുശേഷം അതിനെ തുടർന്നുണ്ടായ കുറേ അനന്തരഫലങ്ങളുണ്ട്, കോൺസിക്വൻസ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് എഴുതേണ്ടത്. ഇനി ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൻ ബിലോ എക്സ്പ്ലെയിൻ ദ മെയിൻ കോൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. 4ാമത്തെ പാഠത്തിലുള്ള ഒരു ചോദ്യമാണിത്. ഇന്ത്യ ചൈന ബേസ് ചെയ്തിട്ടുള്ള തർക്കങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ദലൈലാമ ഇഷ്യൂവിനെ പറ്റി എഴുതുക, അതുപോലെ തന്നെ ബോർഡർ ഡിസ്പ്യൂട്ട്, വാർ ഓഫ് 1962, കോൺസിക്വൻസ് ഓഫ് ദ വാർ. അതായത് ദലൈലാമ വിഷയത്തെ പറ്റിയിട്ട് എഴുതണം, അതിർത്തി തർക്കങ്ങളെ പറ്റിയിട്ട് മീൻസ് അതിർത്തി തർക്കത്തെ പറ്റിയിട്ട് എഴുതുക, ഇന്ത്യ ചൈന തമ്മിലുള്ള അതിർത്തി തർക്കം. ഓക്കെ, ആൻഡ് 1962 ഒരു യുദ്ധമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതിനെപ്പറ്റി എഴുതുക. ആൻഡ് യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു അതും എഴുതുക. മീൻസ് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റിൽ എത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ മേജർ ആ ഒരു ഫുൾ ടോപ്പിക്കിൻ്റെയും കണ്ടൻറ്റ് തന്നെയാണ് നമ്മളവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 2024 ഓണം എക്സാമിന് പൊളിറ്റിക്കൽ സയൻസിന് ചോദിച്ചിട്ടുള്ള 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇതെവിടെ നോക്കി, ഇംഗ്ലീഷിന് ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഓക്കെ, ഈ പാർട്ടീഷൻ ചോദിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നുണ്ടാവുക. പ്രോസസ്സ് എഴുതാൻ പറയും, കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ പാർട്ടീഷൻ എങ്ങനെയായിരുന്നു ഇന്ത്യ പാർട്ടീഷൻ ചെയ്തത് എന്നുള്ളതാണ് ആ പ്രോസസ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള കോൺസിക്വൻസ് എന്ന് പറയും പ്രത്യേകിച്ചൊരു സബ് ടോപ്പിക്കൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് 1ാമത്തെ പാഠത്തിൽ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അത് 2 പ്രോസസ്സും കോൺസിക്വൻസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ ഫുള്ളി എഴുതിയാലാണ് 8 മാർക്ക് കിട്ടുക. ഓക്കെ, റൈറ്റ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ. ഇത് 4ാമത്തെ പാഠത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വാർ 1971. ആക്ച്വലി ഇത് ബംഗ്ലാദേശ് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ 71 ഈ ഒരു യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. ഇനി ഡിസ്കസ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കോസസ് വിച്ച് ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ. അഗെയിൻ എമർജൻസിയുടെ നേരത്തെ കണ്ടതുപോലത്തെ തന്നെ ആ ഒരു പാറ്റേണിലുള്ള ചോദ്യമാണ്. അതിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രത്യാഘാതങ്ങളും എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ മലയാളം മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇന്ത്യ വിഭജന പ്രക്രിയയും അതിൻ്റെ അനന്തരഫലങ്ങളും വിശദീകരിക്കുക. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും എഴുതുക. 4ാമത്തെ പാഠത്തിലാണ് ആ ഒരു ചോദ്യം ഉള്ളത് കേട്ടോ. ഇനി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിച്ച പശ്ചാത്തലവും കാരണങ്ങളും ചർച്ച ചെയ്യുക. ഓക്കെ, നേരത്തെ കണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. സോ എന്ത് ചെയ്യുക, ഇത് ഈ പാർട്ടീഷനും എമർജൻസിയും ഒക്കെ 24ലും 25ലും കറക്റ്റ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് 2023 ഓണം എക്സാം പൊളിറ്റിക്കൽ സയൻസിന് ചോദിച്ചിട്ടുള്ള 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. എവിടെ നോക്കൂ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. എഗെയിൻ അതിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് തന്നെ എവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ദ കോസസ് വിച്ച് ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ ദ മീൻസ് എമർജൻസിയുടെ ആ ഒരു റീസൺസും കോൺസിക്വൻസും എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൻ ബിലോ എക്സ്പ്ലെയിൻ ദ മെയിൻ കോൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഓക്കെ, സോ ഇന്ത്യ ചൈന തമ്മിലുള്ള റിലേഷൻ. ഇത് നമ്മൾ 2025ലും ഇതേ ചോദ്യം കണ്ടതാണല്ലേ. നോക്കി, ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, ബട്ട് കറക്റ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓർത്തിരിക്കുക, ഈ പാർട്ടീഷനും എമർജൻസിയും ഈ യുദ്ധങ്ങളും ഒക്കെ നിങ്ങൾ പ്രത്യേകം പഠിച്ചിട്ട് പോകണം കേട്ടോ. കാരണം ഇതുപോലെ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു ചോദ്യപേപ്പർ കൂടി നോക്കിയിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാം കേട്ടോ. 2019 ചോദ്യപേപ്പറാണ് ഓണം എക്സാമിൻ്റെ. സോ ഇതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ചോദ്യമാണ്. The developments that led to the declaration of emergency, again emergency ചോദ്യമാണ്, in 1975 is
ഗിവൺ ബിലോ. അപ്പോൾ അനലൈസ് ദം. ഇതൊക്കെ നമ്മുടെ എമർജൻസിയിലോട്ട് നയിച്ച കുറേ കാരണങ്ങളാണ്. ഈ എക്കണോമിക് ക്രൈസിസ്, ഗുജറാത്ത് ആൻഡ് ബീഹാർ മൂവ്മെൻറ്റ്സ്, കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി, ജഡ്ജ്മെൻറ്റ് ഓഫ് അലഹബാദ് ഹൈക്കോർട്ട്, ഇതൊക്കെ ആ കാരണങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി അവിടെ ആൻസർ ആവാൻ വേണ്ടിയിട്ട്. ഇതിനൊന്ന് അനലൈസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ദ ഇൻഡോ ചൈന വാർ ഓഫ് 1962 affected the bilateral relations between India and China. Discuss the causes and consequences of the India-China war of 1962. നേരത്തെ നമ്മൾ 23-ലും 24-ലും 25-ലും 23-ലും 25-ലും അല്ലേ, ആ 2 ചോദ്യപേപ്പറിലും കണ്ടിട്ടുള്ള ചോദ്യമായിരുന്നു ഇന്ത്യ ചൈന വാർ. ഓക്കെ, അപ്പോൾ അത് എവിടെ 2019-ലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. 4ാമത്തെ പാഠത്തിലാണ് കേട്ടോ വരുന്നത്. ഇനി ഇത് ഇമ്മീഡിയറ്റ് ചലഞ്ച് ദാറ്റ് ഇന്ത്യ ഫേസ്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് നാഷണൽ ബിൽഡിംഗ് പ്രോസസ്. ഏതാണ്? ഡിസ്കസ് ദ വേരിയസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ നാഷണൽ ബിൽഡിംഗ് പ്രോസസ്സ്. ഓക്കെ, അവിടെ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു എന്ത്? നാഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്, ഒരു നല്ലൊരു രാഷ്ട്രം രൂപീകരിച്ചെടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? ആ ഇഷ്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാർട്ടീഷൻ ആൻഡ് കോൺസിക്വൻസസ്. നമ്മുടെ പാർട്ടീഷൻ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അടുത്ത വേറൊരു ഇഷ്യൂ ആണ് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടീഷൻ പറ്റിയിട്ട് എഴുതണം, പക്ഷെ അതിനെക്കുറിച്ച് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമ്മുടെ രാജ്യം ഫേസ് ചെയ്ത ഒരു വെല്ലുവിളിയാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് എഴുതുക. അതോടൊപ്പം മറ്റ് വെല്ലുവിളികളായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, കുറേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, അതിനെ ഇന്ത്യനിലോട്ട് ചേർക്കുന്ന കുറേ എന്താ പറയുക ഹാർഡായിട്ടുള്ള പ്രോസസ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹൈദരാബാദ്, മണിപ്പൂർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകളും ഒക്കെ നടത്തിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അതൊക്കെ പിന്നെ അവസാനം ഇന്ത്യയിലോട്ട് കൂടിച്ചേരുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ പ്രത്യേകം ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇവിടെ നമ്മൾ എഴുതുക. അത് മാത്രമല്ല റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അവസാനം ഇതേ ഒരു ടോപ്പിക്ക് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ്. സോ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഈ ഒരു ലിംഗ്വിസ്റ്റിക് കമ്മീഷനൊക്കെ വരുന്നുണ്ട്. അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വരുന്നുണ്ട്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനൊക്കെ, ഫസൽ അലി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു കമ്മീഷൻ വരുന്ന കാര്യവും പിന്നെ പുതിയ സ്റ്റേറ്റുകൾ ഫോം ചെയ്യുന്നതും അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആ ഒരു പോറ്റി ശ്രീരാമലു എന്താണ് സമരമൊക്കെ നടത്തുന്നില്ലേ, അതൊക്കെ ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ എനിക്ക് തോന്നുന്നു ഓവറോൾ ആ ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് 8 മാർക്ക് ലെവലിൽ നമ്മളൊന്ന് ഷോർട്ടൺ ചെയ്ത് എഴുതുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആവും. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും എന്ത് തന്നെയാണ്, നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ, മീൻസ് രാഷ്ട്രം ബിൽഡ് ചെയ്തെടുക്കാനുള്ള ചലഞ്ചസ് ആയിരുന്നു. ഓക്കെ, അതിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികളായിരുന്നു ആ ഒരു ചാപ്റ്ററിൽ ഫുള്ളി പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് എവിടെയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ മാർക്ക് അനുസരിച്ച് വേണം എഴുതാനായിട്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കണ്ടൻറ് ഉണ്ട്. സോ അതെല്ലാം നമ്മളവിടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷോർട്ടറായിട്ട് മെയിൻ പോയിൻറ്റ്സ് മാത്രം എടുത്ത് വളരെയധികം ഷോർട്ടായിട്ട് വേണം നമ്മളിവിടെ ആൻസർ ചെയ്യാൻ. ഈ ഒരു ലെവലിൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇത് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇതിന് ശേഷം വന്ന ചോദ്യപേപ്പറൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിലൊക്കെ ജസ്റ്റ് പാർട്ടീഷനെ പറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ആ ഒരു ചാൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് മെയിനായിട്ട് കാണേണ്ട വീഡിയോസാണ് കേട്ടോ അത്. ഓക്കെ, സോ അത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് തരാനും മറന്നു പോകരുത്. താങ്ക് യു.